ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക്. റെയിൽവേയുടെ സ്ഥലത്തിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളും പരിഹരിച്ചു. നിലവിലെ പ്രവൃത്തികൾ മുഹമ്മദ് മുഹസിൻ MLA വിലയിരുത്തി. ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്ലാന്റിന്റെയും പമ്പ് ഹൗസിന്റെയും എല്ലാം പ്രവൃത്തികൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഭാരതപ്പുഴയിലെ ചെങ്ങണാകുന്നിലുള്ള കുടിവെള്ള പമ്പ് ഹൗസിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ റെയിൽവേയുടെ അടിഭാഗത്തിലൂടെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. ഇതിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചുവെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ പിന്നെയുമുണ്ടായി. തുടർന്ന് പ്രദേശവാസിയായ അബൂബക്കർ ഹാജി തൻ്റെ സ്ഥലത്തിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനുമതി നൽകിയതോടെയാണ് നിലവിലെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കിയത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുഹമ്മദ് മുഹസിൻ MLA പദ്ധതി പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ 2 പഞ്ചായത്തുകളിലെ 15,000-ഓളം കുടുംബങ്ങളിലേക്കാണ് കുടിവെള്ളം ലഭ്യമാവുക. ഉടൻ തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യം. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ സ്ഥലം വിട്ടു നൽകിയ അബൂബക്കർ ഹാജിയെ മുഹമ്മദ് മുഹസിൻ MLA വീട്ടിലെത്തി ആദരിക്കുകയും ചെയ്തു. മാതൃകാ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയതെന്നും MLA പറഞ്ഞു. ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി, അതിൻ്റെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് നമുക്ക് ഏറ്റവും വലിയൊരു തടസ്സം ഉണ്ടായിരുന്നത് റെയിൽവേയുടെ താഴെ കൂടെ മെയിൻ പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ തടസ്സമായിരുന്നു. എന്നാൽ അത് ഇടുന്നതിന് നമ്മൾ നേരത്തെ റെയിൽവേയുടെ പെർമിഷൻ വാങ്ങി ട്രെയിനുകൾ നിയന്ത്രിച്ചിട്ടാണ് നമ്മളിത് അടിയിലൂടെ പൈപ്പ് ഇടുക. അങ്ങനെ ഒരു 6 സ്ഥലങ്ങളിൽ നോക്കിയപ്പോഴും പാറയാണ് കണ്ടത്. അത് വലിയ സ്ട്രോങ് പാറയായതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതിന് ശേഷമാണ് പിന്നീട് ഒരു സ്ഥലം കണ്ടു. അത് പക്ഷേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കാണ് അത് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അബൂബക്കർ ഹാജി അദ്ദേഹത്തിന്റെ സ്ഥലം ആ പൈപ്പ് ലൈന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടി വിട്ടുതരികയും അതിലൂടെ പൈപ്പ് ഇടുകയും ചെയ്തു. ചെറിയ ഒരു സഹായമല്ല, 14,000-ഓളം കുടുംബങ്ങൾക്ക് 2 പഞ്ചായത്തിലും കുടിവെള്ളം എത്തിക്കണമെങ്കിൽ നമുക്ക് തടസ്സം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ പൈപ്പ് ലൈൻ ഇട്ടു, പ്ലാന്റിന്റെ പ്രവർത്തനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിലൂടെയുള്ള ഈ പൈപ്പ് ഇട്ട് ആ പൈപ്പ് കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റുക. അത് കണക്ട് ചെയ്യാൻ ഈ നിലവിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ടും പറ്റാതിരുന്നപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ഇടാൻ കഴിഞ്ഞത്. അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു തരികയും വലിയൊരു സ്ഥലത്തിന്റെ ഒരു ഭാഗത്തിലൂടെ പൈപ്പ് ലൈന് പോവുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ ഹാജി ഉണ്ട്, അതുപോലെ തന്നെ മകൻ അബ്ദുൽ അസീസ്, ഇവർ 2 പേരുമാണ് ഇതിനുള്ള ഒരു സഹായം തന്നത്. അപ്പൊ അതിന് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതില്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ട് 2 പഞ്ചായത്തിലും കുടിവെള്ളം കൊടുക്കാൻ വലിയ തടസ്സം നമുക്ക് നിൽക്കുകയായിരുന്നു. ആ തടസ്സം പരിഹരിക്കപ്പെട്ടു. ഇടവേള. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.